സോ വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് എങ്ങനെയാണെന്നും ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് എങ്ങനെയാണെന്നും അത് തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് മാറിക്കൊണ്ടേ ഇരിക്കും. സോ നമ്മുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇതിൻ്റെ ടോട്ടൽ മാറിക്കൊണ്ടേ ഇരിക്കും. പക്ഷേ ഇതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻറ്റ് ആയിരിക്കും. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വേരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ് 10 രൂപയാണ് എന്ന് വിചാരിക്കുക. ആ 10 രൂപ എപ്പോഴും എന്ത് തന്നെയായിരിക്കും, പെർ യൂണിറ്റ് 10 രൂപ തന്നെയായിരിക്കും. നമ്മളത് 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ 100 × 10 1000. നമ്മളത് 110 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ 110 × 10 എത്രയാണ്, അങ്ങനെ നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവോ അതിനനുസരിച്ച് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് അല്ലേ, നമുക്ക് വരുന്ന മൊത്തമായിട്ട് വരുന്ന ചിലവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ പെർ യൂണിറ്റ് എന്ന് പറയുന്ന 10 രൂപ എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻറ്റ് ആയിരിക്കും. സോ നമ്മൾ ഇത് ബഡ്ജറ്റിങ്ങിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, എങ്ങനെയാണ് വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് കാണുന്നത്, പെർ യൂണിറ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഇൻറ്റു നമ്പർ ഓഫ് എക്സ്പെക്റ്റഡ് യൂണിറ്റ് അല്ലേ, എത്ര യൂണിറ്റ് ആണോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് ഇൻറ്റു നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന പെർ യൂണിറ്റ് ഓഫ് മാനുഫാക്ചറിങ് കോസ്റ്റ്. ഇനി ഇത് എങ്ങനെയാണ് ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡുമായി ഡിഫറൻറ്റ് വരുന്നത്. ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറയുന്നത് ഒരു റെലവൻറ്റ് റേഞ്ച് വരെ എന്താണ്, ഫിക്സ്ഡ് തന്നെ ആയിരിക്കും. അത് നമ്മുടെ ആക്ടിവിറ്റികൾ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യില്ല, മാറത്തേ ഇല്ല. പക്ഷെ അതിൻ്റെ പെർ യൂണിറ്റുകൾ എന്ത് ചെയ്യും, മാറിക്കൊണ്ട് ഇരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 100 യൂണിറ്റുകൾക്ക് 5000 രൂപയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 100 യൂണിറ്റുകൾക്ക് 5000 രൂപയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, 5000 ഡിവൈഡഡ് ബൈ 100 എന്നടിക്കും അല്ലേ. സോ ഒരു യൂണിറ്റിന് എത്ര രൂപ എന്ന് വരും, 50 രൂപ എന്ന് വരും. അതേസമയം ഇത് 110 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 5000 എന്ന് പറയുന്ന ടോട്ടൽ എമൗണ്ട് അപ്പോഴും തന്നെ ആയിരിക്കും, 5000 തന്നെ ആയിരിക്കും. സോ 5000 ഡിവൈഡഡ് ബൈ 110 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പെർ യൂണിറ്റ് എന്ത് ചെയ്യും, മാറും. സോ ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യില്ല, നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡക്ഷൻസിനനുസരിച്ച് അല്ലേ, പ്രൊഡക്ഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യില്ല, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് മാറാൻ പോകുന്നില്ല, പകരം അതിൻ്റെ പെർ യൂണിറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടേ ഇരിക്കും. അതാണ് ഫിക്സഡും വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യാണ്, ബഡ്ജറ്റിൽ ടോട്ടലായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. മറ്റേതുപോലെ നമ്മൾ പെർ യൂണിറ്റ് കണ്ടിട്ട് എന്ത് ചെയ്യുന്നില്ല, എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് യൂണിറ്റിൽ ബഡ്ജറ്റ് ചെയ്യുന്നില്ല, നമ്മളൊരു ഇത്ര യൂണിറ്റ് വരും എന്ന് എന്താണ് ഫിക്സ് ചെയ്യുന്നത് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു ഉദാഹരണം, അതുപോലെ പറയുന്നത് ഫിക്സ്ഡ് മാനുഫാക്ചറിങ് 1 ലക്ഷം രൂപയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എക്സാമ്പിളായിട്ട് ഞാൻ ഫിക്സ്ഡ് മാനുഫാക്ചറിങ് എനിക്ക് 1 ലക്ഷം രൂപ വരും എന്നാണ് ഞാൻ പറയുന്നത്. 10,000 യൂണിറ്റാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് എന്ന് വിചാരിക്കാം. സോ ഒരു യൂണിറ്റിന് എത്ര വരും, 1 ലക്ഷം രൂപ ഡിവൈഡഡ് ബൈ 10,000 10 രൂപ എന്ന് വരും. പക്ഷേ മാനേജ്മെൻറ്റ് എത്ര എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ, എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളവർ 8000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കാം. സോ ഇപ്പോൾ 1 ലക്ഷം രൂപ എന്ന് പറയുന്നതിൻ്റെ ഫിക്സ്ഡ് മാനുഫാക്ചറിങ് ഓവർഹെഡിന് 8000 യൂണിറ്റുകൾ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 1 ലക്ഷം ഡിവൈഡ് ബൈ 8000 എന്ന് പറയുമ്പോൾ 12.5 എന്ന് വരും. സോ നമ്മൾ 10 രൂപ എക്സ്പെക്ട് ചെയ്ത് വെച്ചിരുന്ന സാധനം എത്രയൊക്കെ മാറി, 12.5 എന്ന പെർ യൂണിറ്റിലേക്ക് മാറി. പക്ഷേ അപ്പോഴും 1 ലക്ഷം തന്നെയാണ്, ഇപ്പോഴും 1 ലക്ഷം തന്നെയാണ്. സോ ഫിക്സ്ഡ് മാനുഫാക്ചറിങ് ഓവർഹെഡിൻ്റെ ടോട്ടൽ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ പെർ യൂണിറ്റ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് എങ്ങനെയാണ്, പെർ യൂണിറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, ടോട്ടൽ എന്തായിക്കൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ഇവർ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ഓവർഹെഡ് അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ അലോക്കേഷൻ റേറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിനോമിനേറ്ററായിട്ട് ഉപയോഗിക്കുന്ന ആക്ടിവിറ്റി ലെവൽ അല്ലേ, ബഡ്ജറ്റഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ആക്ടിവിറ്റി ലെവലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ആക്ടിവിറ്റി ലെവൽ ഏതൊക്കെ രീതികളിലുണ്ട്, അത് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് ഏതാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആക്ടിവിറ്റി ലെവലുകൾ 4 ചോയ്സുകളായിട്ടാണ് നമുക്കുള്ളത് അല്ലേ, 4 രീതികളിലാണ് ആക്ടിവിറ്റി ലെവലുകളുള്ളത്. അതിൽ 2 എണ്ണം സപ്ലൈയുമായി ബന്ധപ്പെട്ടതും 2 എണ്ണം ഡിമാൻഡുമായി ബന്ധപ്പെട്ടതും ആണ്. ഓക്കെ, സോ ഡിനോമിനേറ്റർ ലെവൽ ആക്ടിവിറ്റി കപ്പാസിറ്റി അല്ലേ, ഡിനോമിനേറ്റർ ലെവൽ കപ്പാസിറ്റി കൺസെപ്റ്റ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. കാരണം ഡിനോമിനേറ്ററിലാണ് നമ്മൾ ഈ ലെവൽ ഓഫ് കപ്പാസിറ്റി ഉദ്ദേശിക്കുന്നത്. ഈ ലെവൽ ഓഫ് കപ്പാസിറ്റി നമുക്ക് ഏതൊക്കെ എടുക്കാം, 4 ടൈപ്പ് നമുക്ക് എന്തുണ്ട്, ആക്ടിവിറ്റി ലെവലുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. ആദ്യം നമുക്ക് സപ്ലൈ ഡിനോമിനേറ്റർ ലെവൽ കൺസെപ്റ്റ് നോക്കാം. സപ്ലൈയുമായി ബന്ധപ്പെട്ട് 2 എണ്ണം ഉണ്ട്, തിയററ്റിക്കൽ ഐഡിയൽ കപ്പാസിറ്റി എന്നും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കപ്പാസിറ്റി എന്ന 2 എണ്ണമാണ് ഉള്ളത്. ഡിമാൻഡ് ഡിനോമിനേറ്റർ ലെവൽ കൺസെപ്റ്റിൽ ഏതൊക്കെയാണുള്ളത്, മാസ്റ്റർ ബഡ്ജറ്റ് കപ്പാസിറ്റി എന്നും നോർമൽ കപ്പാസിറ്റി എന്നുമാണ് 2 എണ്ണമാണ് ഉള്ളത്.
സോ ഓരോന്ന് പറയുന്ന സമയത്ത് സപ്ലൈ ഡിനോമിനേറ്റർ ലെവൽ കൺസെപ്റ്റ് പ്രകാരം തിയററ്റിക്കൽ അല്ലെങ്കിൽ ഐഡിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലേ, കമ്പനി യാതൊരു തരത്തിലുള്ള പോരായ്മകളും കണക്കിലെടുക്കാതെ അതിൻ്റെ മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സമയത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് എന്ത് പറയുന്നത്, തിയററ്റിക്കൽ അല്ലെങ്കിൽ ഐഡിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ബൈക്ക് വാങ്ങിക്കുന്ന സമയത്ത് കമ്പനി അതിന് പറയുന്ന മൈലേജ് ആണ് എത്ര, 60 km/ലിറ്റർ എന്നുള്ളത്. സോ 1 ലിറ്ററിന് 60 km കിട്ടുമെന്നുള്ളത് കമ്പനി പറയുന്നതാണ്. ഈ കമ്പനി പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, തിയററ്റിക്കൽ അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. കാരണം അവരതിൻ്റെ മെഷീന് അവരുടെ മാനുഫാക്ചറിങ് ഫേമിൽ വെച്ചിട്ട് അതിൽ 1 ലിറ്റർ പെട്രോൾ അടിക്കും അല്ലെങ്കിൽ 1 ലിറ്റർ അടിക്കുന്ന സമയത്ത് എത്രത്തോളം അവരുടെ മെഷീൻസ് എത്ര മൈലേജ് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള അവരുടെ കാൽക്കുലേഷൻ, അതായത് അതുമായി ബന്ധപ്പെട്ട യാതൊരു പോരായ്മകളും കണക്കിലെടുക്കാതെ അവർ പറയുന്ന മൈലേജ് ആണ് എന്ത് പറയുന്നത്, ഈ 60 km/ലിറ്റർ എന്നത്. ഇതിനെയാണ് നമ്മൾ തിയററ്റിക്കൽ അല്ലെങ്കിൽ ഐഡിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ കറൻറ്റ് അറ്റൈനബിൾ കപ്പാസിറ്റി എന്ന് പറയും. നമുക്ക് അറ്റൈൻ ചെയ്യാവുന്ന, മാക്സിമം നമുക്ക് അറ്റൈൻ ചെയ്യാവുന്ന കപ്പാസിറ്റി അല്ലേ, നമ്മുടെ ഡൗൺ ടൈംസുകളും ഐഡിയൽ ടൈമുകളൊക്കെ റെഡ്യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ സെയിൽസ് ഡിമാൻഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ നമ്മൾ സപ്ലൈയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണക്കിലെടുക്കുന്ന ഒന്നാണ് എന്ത്, പ്രാക്ടിക്കൽ അല്ലെങ്കിൽ കറൻറ്റ് അറ്റൈനബിൾ എന്ന് പറയുന്നത്. സോ ഞാനൊരു ബൈക്ക് എടുക്കുന്ന കാര്യം പറഞ്ഞു, കമ്പനി പറഞ്ഞത് 60 km/ലിറ്റർ ആണ്. പക്ഷേ ഈ ബൈക്ക് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്. അതിൽ മാക്സിമം അവർ അച്ചീവ് ചെയ്തിരിക്കുന്നത് എത്രയാണ്, 50 km/h ആണ്. സോ ഈ മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അറ്റൈനബിൾ ആയിട്ടുള്ള പോസ്റ്റാണ് എന്തെന്ന് പറയുന്നത്, പ്രാക്ടിക്കൽ അല്ലെങ്കിൽ അറ്റൈനബിൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിനോമിനേറ്ററായിട്ട് വരുന്ന ഡിമാൻഡ് ഡിനോമിനേറ്റർ ലെവൽ കൺസെപ്റ്റുകൾ രണ്ടെണ്ണം കൂടെ ഉണ്ട് അല്ലേ. മാസ്റ്റർ ബഡ്ജറ്റ് കപ്പാസിറ്റി. സോ മാസ്റ്റർ ബഡ്ജറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിമാൻഡിനനുസരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് എന്താണോ അതിനെയാണ് മാസ്റ്റർ ബഡ്ജറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലേ. നമ്മളൊരു ബൈക്ക് വാങ്ങിക്കുന്ന സമയത്ത് നമുക്കൊരു ആഗ്രഹം ഉണ്ടാകും, എത്ര, ഇതൊരു 45 km/ലിറ്റർ എങ്കിലും കിട്ടും മൈലേജ് ചെയ്യുന്നത്. സോ അതിനെയാണ് മാസ്റ്റർ ബഡ്ജറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഡിമാൻഡിനനുസരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിമാൻഡിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കുമോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാസ്റ്റർ ബഡ്ജറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ബൈക്ക് പറഞ്ഞ സമയത്ത് ശ്രദ്ധിക്കണം, തിയററ്റിക്കൽ പറഞ്ഞത് 60 km/ലിറ്റർ ആണ്, പ്രാക്ടിക്കലി പറഞ്ഞത് 50 km/ലിറ്റർ ആണ്. നമ്മളിപ്പോൾ മാസ്റ്റർ ബഡ്ജറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് 45 km/ലിറ്റർ ആണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ഡിമാൻഡ് ഡിനോമിനേറ്റർ ലെവൽ കൺസെപ്റ്റിൽ വരുന്നത് നോർമൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ആണ്. നോർമൽ എന്ന് പറയുന്നത് ഒരുപാട് കാലത്തെ ഒരു ആവറേജിനെയാണ് നോർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. സോ നമ്മളൊരു ലോങ് റണ്ണിൽ അച്ചീവ് ചെയ്തിരിക്കുന്ന ആവറേജുകളുടെ ആക്ടിവിറ്റികളുടെ ആവറേജ് എത്രയാണോ അതാണ്. സോ നമ്മുടെ ഈ ബൈക്ക് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടാവും. സോ അവരൊക്കെ എന്ത് ചെയ്യും, വാങ്ങി ഒരുപാട് ഉപയോഗിക്കുന്ന സമയത്ത് അവർ പറയും, എനിക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്, എനിക്ക് 40, എനിക്ക് 42, എനിക്ക് 45 എന്നിങ്ങനെ പലരും പല അഭിപ്രായം കൊണ്ടുവരും. ഇങ്ങനെ പലരും പറയുന്ന ലോങ് റണ്ണിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടുകളുടെ ഒരു ആവറേജിനെയാണ് എന്ത് പറയുന്നത്, നോർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ആ ബൈക്കിൻ്റെ ഒരു നോർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 48 km/ലിറ്റർ ആണ് എന്ന് കരുതുക. സോ 4 ലെവൽ ഓഫ് കപ്പാസിറ്റികളും പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് പറഞ്ഞത് തിയററ്റിക്കൽ കപ്പാസിറ്റി, കമ്പനി പറഞ്ഞത് 60 km/ലിറ്റർ കിട്ടും എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ അറ്റൈനബിൾ കപ്പാസിറ്റി, അത് ആ ബൈക്കിൻ്റെ മാക്സിമം അറ്റൈൻ ചെയ്തിട്ടുള്ള എത്രയാണ്, 50 km/ലിറ്റർ ആണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് മാസ്റ്റർ ബഡ്ജറ്റ് കപ്പാസിറ്റി, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എക്സ്പെക്റ്റഡ് ഡിമാൻഡിനനുസരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്കം എന്താണോ അതിനെയാണ് നമ്മൾ എത്ര പ്രതീക്ഷിക്കുന്നത്, 45 km/ലിറ്റർ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നോർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങളിൽ ഓടിയിരിക്കുന്നവരുടെ റിസൾട്ടുകളുടെ ആവറേജിനെയാണ് നോർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. എത്ര കിട്ടിയിട്ടുണ്ട്, ഒരു ആവറേജ് 48 km/, എന്ത് കിട്ടിയിട്ടുണ്ട്, 45 km/ലിറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്തരം 4 കപ്പാസിറ്റികളാണ് നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത്, ആ ഡിനോമിനേറ്റർ ഉപയോഗിക്കുന്ന ബഡ്ജറ്റഡ് ആക്ടിവിറ്റി ലെവലുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മാസ്റ്റർ ബഡ്ജറ്റ് കപ്പാസിറ്റിയാണ്. കാരണം മാസ്റ്റർ ബഡ്ജറ്റ് കപ്പാസിറ്റി ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ബഡ്ജറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനും മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ US GAAP പ്രകാരം ASC 330 പ്രകാരം അല്ലേ, അവിടുത്തെ നിയമപ്രകാരം US GAAP ASC 330 എന്ന് പറയുന്ന സെഷൻ നിയമപ്രകാരം അവർ പറയുന്നത് എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനൊക്കെ
എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് നിങ്ങൾ നോർമൽ കപ്പാസിറ്റി ഉപയോഗിക്കണം എന്നാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ US കേപ്പ് പ്രകാരം അതിലെ ASC 30 സെക്ഷൻ പ്രകാരം നോർമൽ കപ്പാസിറ്റിയാണ് നിങ്ങൾ എന്തിനു ഉപയോഗിക്കേണ്ടത്? എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ ബഡ്ജറ്റിങ്ങിന് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? മാസ്റ്റർ ബഡ്ജറ്റഡ് കപ്പാസിറ്റിയാണ്. കാരണം അത് നമ്മുടെ ഡെസിഷൻ മേക്കിങ്ങിനും വേരിയൻസ് റിപ്പോർട്ടിങ്ങിനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കുന്നത് ഏതായിരിക്കും? മാസ്റ്റർ ബഡ്ജറ്റഡ് കപ്പാസിറ്റി ആയിരിക്കും.